ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് ഒറ്റപ്പെട്ട ഏതെങ്കിലും മേഖലകളിലല്ല എന്നുള്ളതാണ്. അതായത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, അതായത് വീടുകളടക്കം ആളുകളുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളടക്കം സ്ഥിതി ചെയ്യുന്ന വലിയൊരു പ്രദേശം, ദോഹയുടെ സുപ്രധാനമായ ഇടത്ത് തന്നെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ ഒരു മാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾക്ക് കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ആ തരത്തിലുള്ള അത്രയും മാരകമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സ്ഥലത്ത് കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ അൽ ജസീറ അറബിക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് പലതരത്തിലുള്ള ഒരു ഐസൊലേറ്റഡ് ഏരിയയിലല്ല, അൽ അസ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് ഇപ്പോൾ ഈ ഒരു അൽ അസ എന്ന് പറയുന്ന റിപ്പോർട്ടർ പറയുന്നതനുസരിച്ച് ആളുകളെല്ലാം കൂടി നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഖത്തറിന്റെ കൂടി ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതിൽ വന്നിട്ടുണ്ട്. ഇസ്രായേലി അറ്റാക്കിനെ അവർ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും അതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാജിദ് അൽ അൻസാരി, അതായത് ഖത്തറിന്റെ വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം അടക്കം ഇപ്പോൾ വന്നിരിക്കുന്നു. ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെതിരെ മാജിദ് അൽ അൻസാരി സംസാരിക്കുന്നു. നമുക്കറിയാം ഈ ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഗസക്കെതിരെയുള്ള ഈ അധിനിവേശത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയും അതിലൊരു മധ്യസ്ഥ ദൗത്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യം കൂടിയാണ് ഖത്തർ. ആ ഖത്തറിന്റെ തലസ്ഥാന നഗരിയിൽ ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലുമുള്ള നാസർ കൂടി ചേരുന്നുണ്ട്. ഖത്താര പ്രവിശ്യയിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു പ്രദേശവാസികൾ. അതായത് അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? തന്നെ ഔദ്യോഗികമായിട്ട് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു ആക്രമണം നടന്നതായിട്ട് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടതായിട്ടും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തു വിടുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഖത്തറിൻ്റെതായി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായോ, ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇനിയും പുറത്ത് വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഈ ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ അത് പുറത്തുവിടുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു അപലപിച്ചിട്ടുണ്ട് ഈ ഒരു ആക്രമണ സംഭവത്തെ. കാരണം തങ്ങളുടെ പരമാധികാരത്തെ മറികടന്നുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര ഭദ്രതയെ അപകടപ്പെടുത്തുമാറുള്ള ഒരു നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഖത്തർ എന്ന രാജ്യം കൈക്കൊള്ളും എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഖത്തറിന്റെ ഭാഗത്തു നിന്ന് പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഈ വളരെ ആരൊക്കെ ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടു, എത്ര ആളപായമുണ്ട് എന്നത് സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇനിയും വന്നിട്ടില്ല. ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രകാരം ഖലീൽ അൽ ഹയ്യ, അതോടൊപ്പം തന്നെ ഖാലിദ് മിഷൽ, ഇത്തരം നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. പക്ഷേ ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും ഔദ്യോഗികമായിട്ട് ഇവർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും നിലക്കുള്ള അപകടം സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. കാരണം ഒക്ടോബർ 7-ന് 2 വർഷം മുമ്പ് നടന്ന ആ ഇസ്രായേലിന്റെ അകത്ത് നടന്ന ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച എല്ലാവരെയും അവർ ഏത് രാജ്യത്താണെങ്കിലും അത്രയധികം, അതായത് മധ്യസ്ഥത വഹിക്കുന്നു, വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, ഇപ്പോഴും ചർച്ചകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. അത്രയധികം ഇതിൽ ഇടപെടൽ ലോകരാജ്യങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോഴും അത്രയധികം ഇടപെടൽ നടത്തിയ ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു പ്രവൃത്തി ഇസ്രായേൽ കാണിക്കുന്നത് അത് എത്ര വലിയ പ്രതിഷേധാർഹമാണ്? ഖത്തർ ഔദ്യോഗികമായി എന്താണ് പ്രതികരിക്കുന്നത്? തന്നെ നമുക്കറിയാൻ സാധിക്കുന്ന പോലെ ഈ ഏറ്റവും കലുഷിതമായിട്ടുള്ള 23 മാസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. 2ാം വർഷത്തിലേക്ക് ഈ ആക്രമണം തുടരുന്ന ഒരു ഘട്ടത്തിൽ ഓരോ ദിവസവും ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കാൻ ഇരുപക്ഷത്തിനുമിടയിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ അംഗീകരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഖത്തറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യസ്ഥ നീക്കങ്ങളെ എല്ലാ നിലയ്ക്കും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തങ്ങളുടേതായിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഖത്തർ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ ആക്രമണം അവസാനിക്കരുത്, അല്ലെങ്കിൽ ഒരു നിലക്കുള്ള മധ്യസ്ഥ നീക്കവും ഉണ്ടാകരുത് എന്ന വളരെ കൃത്യമായിട്ടുള്ള
ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ഗൾഫ് രാജ്യത്തിന് നേരെ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അത് പിന്നെ കേവലം ഖത്തറിന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് പോലും മറ്റ് ഗൾഫ് രാജ്യങ്ങളും വിലയിരുത്തുന്നില്ല. തങ്ങളുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ അംഗമെന്ന നിലയ്ക്ക് ഖത്തറിന് നേരെ നടന്നിരിക്കുന്ന ഈ ആക്രമണത്തെ അതിശക്തമായിട്ട് അവലംബിക്കുകയാണ് അറബ് മുസ്ലിം ലോകം ഒരുമിച്ച്. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി വേണമെന്ന ഒരു ആവശ്യം കൂടി വരുന്നുണ്ട്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ എല്ലാവരും പിന്നെ ഒരു നിലക്കും ഒരു വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന് കണ്ട ഘട്ടങ്ങളിൽ പോലും അതിശക്തമായിട്ടുള്ള നടപടികളാണ് ഖത്തർ നേതൃത്വം കൈക്കൊണ്ടുവരുന്നത്. ഇരുപക്ഷത്തെയും ഹമാസിനെയും ഇസ്രായേലിനെയും ഖത്തറിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിരവധി ഫോർമുലകൾ രൂപപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ പിന്നിട്ട് മാസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ അരുങ്കല ഈ വംശഹത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് കൈക്കൊള്ളുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു സമാധാന മേഖലയിൽ വരണമെന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്ര നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഖത്തർ എന്ന രാജ്യം മുൻകൈയെടുത്തത്. അതിനെ എല്ലാ രാജ്യങ്ങളും ലോക സമൂഹം ഒരുമിച്ച് തന്നെ UN നേതൃത്വം ഒരുമിച്ച് തന്നെ ഈ ഖത്തറിന്റെ ഈ ധീരമായിട്ടുള്ള ചുവടുവെപ്പിനെയും നിലപാടിനെയും അഭിനന്ദിച്ച ഘട്ടത്തിൽ ഇനി ഒരു നിലക്കുള്ള ഒരു മധ്യസ്ഥ നീക്കവും ഉണ്ടാകരുത് എന്ന വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഈ ആക്രമണത്തെ അറബ് മുസ്ലിം ലോകം കാണുന്നില്ല. തങ്ങളുടെ ഒരു കൂട്ടായ്മക്ക് നേരെ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അംഗരാജ്യത്തിന് നേരെ നടന്ന ഒരു കടന്നാക്രമണമാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ വേണമെന്ന ഒരു നിലപാടിലേക്കാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ